ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ നമ്മൾ നിൽക്കുന്നത്? ആകാശത്ത് കറുത്ത പക്ഷികളെ പോലെ പറന്നുയരുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ, തകർന്നു വീഴുന്ന കോടികളുടെ F-35 യുദ്ധവിമാനങ്ങൾ, അമേരിക്കൻ ഖജനാവിനെ പോലും വിറപ്പിക്കുന്ന ഇറാന്റെ കോസ്റ്റ് എസ്റ്റിമേറ്ററി തന്ത്രം. ഒരു വശത്ത് 16 ലക്ഷം കോടിയുടെ യുദ്ധ ബജറ്റുമായി പെന്റഗൺ വിയർക്കുമ്പോൾ, മറുവശത്ത് പാവപ്പെട്ടവന്റെ ക്രൂയിസ് മിസൈലുകൾ ലോകക്രമം തന്നെ മാറ്റിമറിക്കുകയാണ്. ഇലോൺ മസ്ക് പ്രവചിച്ചതുപോലെ യുദ്ധവിമാനങ്ങളുടെ കാലം അവസാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ തകർന്നതും ഹോർമുസ് കടലെടുക്ക് അടച്ചതും ഇന്ത്യയുടെ അടുക്കളകളെ എങ്ങനെ ബാധിക്കും? പെട്രോൾ അടിക്കാൻ ലോൺ എടുക്കേണ്ടി വരുന്ന ഒരു കാലമാണോ വരാനിരിക്കുന്നത്? ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും യുദ്ധതന്ത്രങ്ങളെയും കീഴ്മേൽ മറിക്കുന്ന ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ലോകം ഇതുവരെ കാണാത്ത ഒരു മഹായുദ്ധത്തിന്റെ ഭീകരത. ആകാശത്ത് പറക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ യുദ്ധവിമാനങ്ങൾ വെറും നോക്കുകുത്തികളാകുന്ന ഒരു കാലം. പൈലറ്റ് ഇല്ലാത്ത കൊലയാളി യന്ത്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലം. 5 വർഷം മുൻപ് ഇലോൺ മസ്ക് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും അന്ന് ചിരിച്ചു തള്ളി. എന്നാൽ ഇന്ന് 2026 മാർച്ചിൽ ഇറാൻ ഇസ്രായേൽ ആകാശത്ത് നമ്മൾ കാണുന്നത് മസ്കിന്റെ ആ പ്രവചനം അക്ഷരം പ്രതി സത്യമാകുന്ന കാഴ്ച തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നു. ആകാശത്ത് പെട്ടെന്ന് ആയിരക്കണക്കിന് ചെറിയ പക്ഷികളെ പോലെ എന്തോ ഒന്ന് വരുന്നു. പക്ഷേ പക്ഷികളല്ല, ഓരോന്നിലും കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഷാഹിദ് ഡ്രോണുകളാണ്. നമ്മുടെ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത ശബ്ദമില്ലാതെ വരുന്ന മരണം. ഇന്ന് 2026 മാർച്ച് 19. ഇറാനിലെയും മിഡിൽ ഈസ്റ്റിലെയും ആകാശം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിപ്ലവത്തിനാണ്. 2020 ടെസ്ല ബോസ് ഇലോൺ മസ്ക് ഒരു കാര്യം പറഞ്ഞു: The fighter jet era is over. Future wars are all about drones. യുദ്ധവിമാനങ്ങളുടെ, പ്രത്യേകിച്ച് പൈലറ്റുമാർ നിയന്ത്രിക്കുന്ന ഫൈറ്റർ ജെറ്റുകളുടെ കാലം അവസാനിച്ചു എന്നായിരുന്നു മസ്കിന്റെ നിരീക്ഷണം. ലോകത്തിലെ ഏറ്റവും ചിലവേറിയതും അത്യാധുനികവുമായ F-35 വിമാനങ്ങളെ പോലും അദ്ദേഹം വിമർശിച്ചു. ആകാശയുദ്ധങ്ങളുടെ ഭാവി ഡ്രോണുകളിലാണ് എന്നും മനുഷ്യൻ പറത്തുന്ന വിമാനങ്ങൾക്ക് ഡ്രോൺ കൂട്ടങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നും അദ്ദേഹം വാദിച്ചു. 2020 ഒരു പ്രതിരോധ സമ്മേളനത്തിനിടെ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് നടത്തിയ ഈ പരാമർശത്തിൽ മിലിറ്ററി എക്സ്പേർട്സ് മസ്കിനെ കളിയാക്കിയിരുന്നു. കോടികൾ വിലയുള്ള F-35 വിമാനങ്ങളെ ഒരു ഡ്രോൺ എങ്ങനെ തോൽപ്പിക്കാനാണ്? ഇതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നും വരുന്ന വാർത്തകൾ കേട്ടാൽ മനസ്സിലാകും, മസ്കിന്റെ അന്നത്തെ പ്രവചനം വെറും ഭാവനയല്ല, അതൊരു ടെറിഫയിങ് റിയാലിറ്റി തന്നെയാണ് എന്ന്. പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇറാൻ സംഘർഷം വികസിക്കുന്നത്. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങളെയും വെല്ലുവിളിക്കാൻ താരതമ്യേന വില കുറഞ്ഞ ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നത് ലോകശക്തികളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. മസ്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശത്തെ ആധിപത്യം എന്നത് ഇനി സാങ്കേതിക തികവിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് അളവിലും, അതായത് ക്വാണ്ടിറ്റിയിലും ചെലവിലും അധിഷ്ഠിതമായ ഒന്നായി മാറിക്കഴിഞ്ഞു. യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും ഡ്രോണുകൾ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്. ഇതിന്റെ ഒറ്റൊരെണ്ണത്തിന്റെ വില മാത്രം ഏകദേശം $100 മില്യൺ ആണ്. എന്നാൽ ഇലോൺ മസ്ക് ഇതിനെ വിളിച്ചത് ഔട്ട്ഡേറ്റഡ് എന്നാണ്. എന്തുകൊണ്ടാണ്? മസ്ക് പറഞ്ഞത് സിമ്പിൾ ആണ്. ഒരു മനുഷ്യ പൈലറ്റിന് താങ്ങാൻ കഴിയുന്ന G-ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലത്തിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഒരു AI കൺട്രോൾ ഡ്രോണിന് മനുഷ്യൻ അസാധ്യമായ വേഗതയിലും രീതിയിലും ആകാശത്ത് ഡൈവ് ചെയ്യാനും വെട്ടിത്തിരിയാനും ഒക്കെ സാധിക്കും. പൈലറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസ്ക്കും 0ആണ്. ഈ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം സ്കെയിൽ അഥവാ യുദ്ധോപകരണങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവാണ്. ഒരു കാലത്ത് യുദ്ധം എന്നാൽ ഏതാനും ചില അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഇറാനിലെ യുദ്ധമുഖത്ത് നമ്മൾ കാണുന്നത് മറ്റൊന്നാണ്. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ഒരു ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. ഇതിനെയാണ് ഡ്രോൺ സ്വാം എന്ന് വിളിക്കുന്നത്. ഒരു F-35 വിമാനത്തിന് ഒരേ സമയം എത്ര ഡ്രോണുകളെ വെടിവെച്ചിടാൻ പറ്റും? 10ഓ 20ഓ? ബാക്കി വരുന്ന 80 ഡ്രോണുകൾ മതി ഒരു നഗരത്തെ ചാമ്പലാക്കാൻ. ഒരേ സമയം എത്തുന്ന 100 കണക്കിന് ലക്ഷ്യങ്ങളെ നേരിടുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും വെല്ലുവിളി തന്നെയാണ്. എത്ര മികച്ച പൈലറ്റ് ആയാലും, എത്ര അത്യാധുനിക സെൻസറുകൾ ഉണ്ടായാലും, എണ്ണത്തിൽ കൂടുതലുള്ള ഡ്രോണുകൾ പ്രതിരോധ കവചങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ ഒരു പോയിന്റാണ് ഇലോൺ മസ്ക് വർഷങ്ങൾക്ക് മുൻപേ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഇവിടെയാണ് ശരിക്കുമുള്ള ഒരു ട്വിസ്റ്റ് വരുന്നത്, യുദ്ധത്തിന്റെ സാമ്പത്തിക വശം. ഇതിനെ ഡിഫൻസ് വിദഗ്ധർ കോസ്റ്റ് എസ്റ്റിമേറ്ററി എന്നാണ് വിളിക്കുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഒരു ഷാഹിദ് ഡ്രോൺ നിർമ്മിക്കാൻ ചിലവാകുന്നത് വെറും $20,000 മുതൽ $30,000 വരെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷറി കാറിന്റെ വില മാത്രമാണ്. എന്നാൽ ഈ ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ ഇസ്രായേലോ അമേരിക്കയോ ഉപയോഗിക്കുന്ന ഒരു മിസൈലിന്റെ വില എത്രയാണെന്ന് അറിയാമോ? കുറഞ്ഞത് $2 മില്യൺ, അതായത് ഏകദേശം 16 കോടി രൂപ.
വെറും 20 ലക്ഷത്തിന്റെ ഒരു ഡ്രോണിനെ തകർക്കാൻ 16 കോടിയുടെ മിസൈൽ വിടുക. ഇതൊരു രാജ്യം എത്ര കാലം തുടരും? ഈ ആഴ്ച സൗദി അറേബ്യയും കുവൈത്തും നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ ഓരോ ആക്രമണം കഴിയുമ്പോഴും പ്രതിരോധിക്കുന്ന രാജ്യത്തിന്റെ ഖജനാവ് കാലിയാവുകയാണ്. അക്രമികൾക്ക് വലിയ നഷ്ടമില്ലതാനും. ഇതാണ് മസ്ക് അന്നേ കണ്ടത് എക്കണോമിക് എക്സോഷൻ. ഇപ്പോൾ മാർച്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പുതിയ ഷഹേദ് 238 ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ജെറ്റിന്റെ എഞ്ചിനാണ്. സാധാരണ ഡ്രോണുകളെക്കാൾ വേഗത കൂടുതൽ. ഇത് പ്രതിരോധ സംവിധാനങ്ങളുടെ റിയാക്ഷൻ ടൈം പകുതിയായി കുറച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ ഡ്രോണുകൾക്ക് ഓട്ടോണോമസ് AI ഉണ്ട്. അതായത് ജാമറുകൾ ഉപയോഗിച്ച് ഇവയുടെ സിഗ്നൽ തടയാൻ നോക്കിയാലും കാര്യമില്ല. സിഗ്നൽ നഷ്ടപ്പെട്ടാൽ പോലും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇതൊരു പേടി സ്വപ്നം തന്നെയല്ലേ? യുദ്ധത്തിലെ പെർസിസ്റ്റൻസ് അഥവാ തുടർച്ചയായ ആക്രമണങ്ങൾ ഡ്രോണുകൾ വഴി സാധ്യമാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു പൈലറ്റിന് വിമാനം പറത്തുന്നതിൽ ശാരീരികവും മാനസികവുമായ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഡ്രോണുകൾക്ക് മണിക്കൂറുകളോളം ആകാശത്ത് ചുറ്റിത്തിരിയാനും കൃത്യമായ സമയം നോക്കി തന്നെ ആക്രമിക്കാനും സാധിക്കും. പൈലറ്റുമാരുടെ ജീവൻ പണയപ്പെടുത്താതെ തന്നെ ശത്രു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും തളർത്താൻ ഈ രീതി ഉപകരിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന രീതി നാം കാണുന്നുണ്ട്. ഇതൊരു വമ്പൻ സൈന്യത്തെ പോലും മാനസികമായി തളർത്താൻ ശേഷിയുള്ളതാണ്. ഒരു കാലത്ത് ആകാശത്തെ ആധിപത്യം എന്നത് അമേരിക്കയോ റഷ്യയോ പോലുള്ള വൻ ശക്തികളുടെ മാത്രം കുത്തകയായിരുന്നു. എന്നാൽ ഇന്ന് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഈ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് തകരുകയാണ്. ഇതിനെയാണ് ഡെമോക്രറ്റൈസേഷൻ ഓഫ് എയർ പവർ, ആകാശ യുദ്ധങ്ങളുടെ ജനാധിപത്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. ചെറിയ രാജ്യങ്ങൾക്കും ഔദ്യോഗികമായ വായുസേന പോലും ഇല്ലാത്ത പ്രാദേശിക ഗ്രൂപ്പുകൾക്കും ഇന്ന് ഡ്രോണുകളിലൂടെ ആകാശത്ത് അതിശക്തമായ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുന്നു. ഇതൊരു യുദ്ധഭൂമിയെ കൂടുതൽ സങ്കീർണവും പ്രവചനാതീതവുമാക്കുന്നു. ഒരു അത്യാധുനിക യുദ്ധവിമാനം വികസിപ്പിക്കാൻ പതിറ്റാണ്ടുകളും കോടിക്കണക്കിന് ഡോളറും വേണമെങ്കിൽ ഡ്രോണുകൾ വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർമ്മിച്ചെടുക്കാം. ഈ ഒരു മാറ്റം ഇലോൺ മസ്ക് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. എങ്കിലും പരമ്പരാഗത യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്ന് ഇതിനർത്ഥമില്ല. ഡ്രോണുകൾക്ക് വഹിക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കളുടെ അളവിനേക്കാൾ എത്രയോ കൂടുതലാണ് ഒരു യുദ്ധവിമാനത്തിന്റെ ശേഷി. അതുപോലെ ഇലക്ട്രോണിക് ജാമറുകളെയും മറ്റു പ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിക്കാനുള്ള ശേഷിയും വേഗതയും ഇപ്പോഴും മികച്ച പൈലറ്റുമാർ നിയന്ത്രിക്കുന്ന വിമാനങ്ങൾക്കുണ്ട്. എങ്കിലും യുദ്ധഭൂമിയിൽ ഡ്രോണുകൾക്ക് ലഭിക്കുന്ന തുല്യ പ്രാധാന്യം അവഗണിക്കാനാവില്ല. ഡ്രോണുകൾ ഇനി വെറും ഒരു സഹായിയല്ല, മറിച്ച് യുദ്ധത്തിലെ പ്രധാന താരം തന്നെയാണ്. ഏതായാലും ലോകശക്തികൾ ഇപ്പോൾ ഓടുന്നത് മസ്കിന്റെ വഴിക്കാണ്. അമേരിക്കൻ എയർഫോഴ്സ് ഇപ്പോൾ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് CCA എന്ന പേരിൽ പുതിയ ഡ്രോൺ യൂണിറ്റുകൾ 2026 തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ യുദ്ധവിമാനങ്ങൾ തനിയെ പറക്കില്ല. അവയ്ക്കൊപ്പം ലോയൽ വിങ്മാൻ ആയി ഒരു കൂട്ടം ഡ്രോണുകൾ ഉണ്ടാകും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇസ്രായേൽ അവരുടെ അയൺ ബീം എന്ന ലേസർ സാങ്കേതിക വിദ്യ കൂടുതൽ ശക്തമാക്കുകയാണ്. മിസൈലിന് പകരം ലേസർ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുക. എങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇലോൺ മസ്ക് പറഞ്ഞതുപോലെ ആകാശ യുദ്ധങ്ങളുടെ ജനാധിപത്യവൽക്കരണം നടന്നു കഴിഞ്ഞു. ഒരു കാലത്ത് വലിയ രാജ്യങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന ആകാശ കരുത്ത് ഇന്ന് ചെറിയ ഗ്രൂപ്പുകൾക്ക് പോലും ലഭ്യമാണ്. മനുഷ്യൻ പറത്തുന്ന യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകില്ലായിരിക്കാം. പക്ഷേ ഡ്രോണുകൾ ഇല്ലാത്ത ഒരു യുദ്ധം ഇനി ചിന്തിക്കാൻ പോലും പറ്റില്ല. സാങ്കേതിക തികവിനേക്കാൾ കൂടുതൽ എണ്ണത്തിനും കുറഞ്ഞ ചിലവിനുമാണ് ഇനി പ്രാധാന്യം. മസ്കിന്റെ ആ പഴയ പരിഹസിക്കപ്പെട്ട വാക്കുകൾ ഇന്ന് ലോകത്തെ സൈനിക ബഡ്ജറ്റുകളെ മാറ്റിമറിക്കുകയാണ്. ഇലോൺ മസ്ക് വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞത് ഈ ഒരു ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന മാറ്റമാണ്. ഒരു പൈലറ്റുള്ള വിമാനത്തിന് പകരം ആയിരക്കണക്കിന് സ്വയം നിയന്ത്രിത ഡ്രോണുകൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ കവചം പോലും പരാജയപ്പെടുമെന്ന് അദ്ദേഹം വാദിച്ചു. ഇന്ന് ഇറാനിലും യുക്രൈനിലും നമ്മൾ കാണുന്നത് മസ്കിന്റെ ഈ നിരീക്ഷണങ്ങളുടെ കൃത്യമായ ആവിഷ്കാരമാണ്. നിങ്ങൾക്കറിയാമോ ലോകം ഇന്ന് എത്രത്തോളം ഭീകരമായ ഒരു സാമ്പത്തിക യുദ്ധത്തിലാണ് എന്ന്? കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആകാശത്ത് മിസൈലുകളായിട്ട് കത്തിച്ചു കളഞ്ഞ പണമുണ്ടെങ്കിൽ ലോകത്തിലെ ക്യാൻസർ റിസർച്ചിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഒരു വർഷത്തെ മുഴുവൻ ചെലവും നമുക്ക് വഹിക്കാമായിരുന്നു. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇറാൻ യുദ്ധത്തിനായി മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് $200 ബില്യൺ, അതായത് ഏകദേശം 16 ലക്ഷം കോടി രൂപ. വെറും 7 ദിവസം ആകാശത്ത് വെടിമരുന്നായി അമേരിക്ക കത്തിച്ചു കളഞ്ഞത് $11.3 ബില്യൺ. പെന്റഗണിന്റെ ഈ പുതിയ റിക്വസ്റ്റിന് പിന്നിലെ രഹസ്യങ്ങളും വൻ ശക്തികളെ പോലും സാമ്പത്തികമായി തളർത്തുന്ന ഈ ഡ്രോൺ മിസൈൽ യുദ്ധത്തിന്റെ ഭീകരമായ കണക്കുകളിലേക്കും നമുക്കൊന്ന് കടക്കാം. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇറാൻ സംഘർഷത്തിനായി മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് $200 ബില്യൺ എമർജൻസി ഫണ്ടാണ്. അതായത് ഏകദേശം 16 ലക്ഷം കോടിയിലധികം രൂപ വരും. ഈ തുകയുടെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി. ഇത് ഇറാന്റെ ആകെ GDPയുടെ പകുതിയിലധികം വരും.
ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം പെന്റഗൺ അമേരിക്കൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു $200 ബില്യൺ എമർജൻസി ഫണ്ട്. ഈ ഒരു തുക കേൾക്കുമ്പോൾ നമുക്ക് വെറും അക്കങ്ങളായി തോന്നും. എന്നാൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ $200 ബില്യൺ ഒളിഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും പണം പെട്ടെന്ന് വേണ്ടി വരുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരാഴ്ചത്തെ കണക്കുകളൊന്ന് നോക്കാം. ശരിക്കും ഈ കണക്കുകൾ ആരെയും അമ്പരപ്പിക്കും. ഇറാനെതിരെയുള്ള ആദ്യ ഒരാഴ്ചത്തെ ആക്രമണത്തിന് മാത്രം അമേരിക്ക ചിലവാക്കിയത് $11.3 ബില്യൺ ആണ്. ഈ ഒരു തുക എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റു ചില US ഏജൻസികളുടെ വാർഷിക ബജറ്റ് ഒന്ന് നോക്കാം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA $8.8 ബില്യൺ. ഇനി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ CDC $9.2 ബില്യൺ. അടുത്തത് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് $7.4 ബില്യൺ. ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ക്യാൻസർ രോഗത്തിനുള്ള ഗവേഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരു വർഷം അമേരിക്ക മാറ്റിവെക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് വെറും 7 ദിവസം കൊണ്ട് യുദ്ധഭൂമിയിൽ പൊട്ടിത്തെറിച്ചു തീരുന്നത്. ഇതാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ ഭീകരത. ഇനി എന്തിനാണ് പെന്റഗൺ ഇപ്പോൾ ഇത്രയും വലിയൊരു തുക ചോദിക്കുന്നത്? ഇതിനുള്ളിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റിപ്ലനിഷിംഗ് മിസൈൽസ്, അതായത് ആയുധ ശേഖരം വീണ്ടും നിറയ്ക്കുക. ഇറാന്റെ ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകളെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്നത് കോടികൾ വിലയുള്ള മിസൈലുകളാണ്. ഇതിനകം തന്നെ അമേരിക്കയുടെ മിസൈൽ ശേഖരം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും നിറയ്ക്കാൻ മാത്രം ബില്യൺ കണക്കിന് ഡോളർ വേണം. അടുത്തത് റീജിയണൽ ലോജിസ്റ്റിക്സ് ആണ്. മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളുടെ സംരക്ഷണം, കൂടുതൽ ആയുധ കപ്പലുകളുടെ വിന്യാസം, സൈനികരുടെ ഭക്ഷണം, ഇന്ധനം എന്നിവയ്ക്കായി വൻ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് അഡ്വാൻസ്ഡ് ഡ്രോൺ ഡിഫൻസ്. പഴയ മിസൈലുകൾ കൊണ്ട് ഡ്രോണുകളെ നേരിടുന്നത് ലാഭകരമല്ല എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ പുതിയ ലേസർ സാങ്കേതിക വിദ്യയും ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് സംവിധാനങ്ങളും വികസിപ്പിക്കാൻ ഈ ബജറ്റിൽ വലിയൊരു തുക നീക്കിവച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇനി ഏറ്റവും വലിയൊരു വെല്ലുവിളി വരുന്നത്. നേരത്തെ പറഞ്ഞ കോസ്റ്റ് എസിമെട്രി. ഇറാന്റെ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ചിലവാകുന്നത് വെറും $20,000 ഒക്കെയാണ്. എന്നാൽ ഈ ഒരു ചെറിയ ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു പാട്രിയറ്റ് മിസൈലിന് കുറഞ്ഞത് $2 മില്യൺ മുതൽ $4 മില്യൺ വരെ വിലയുണ്ട്. അതായത് ഏകദേശം 32 കോടി രൂപ വരെ. അതായത് 16 ലക്ഷം രൂപയുടെ ഒരു ഡ്രോണിനെ തകർക്കാൻ 32 കോടി രൂപയുടെ മിസൈൽ വിടുക. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക കെണിയാണ്. ഈ $200 ബില്യൺ ആവശ്യം സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുമെന്നും ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് വല്ലാതെ ബാധിക്കുമെന്നുമാണ്. ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സാഹചര്യം വളരെ ഗുരുതരമാണ്. ഈ ഭീമമായ തുക അനുവദിക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ വലിയ തർക്കം നടക്കുകയാണ്. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും നൽകുന്നതിനേക്കാൾ വലിയ തുക യുദ്ധത്തിന് നൽകുന്നതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. അടുത്തതായിട്ട് യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള എണ്ണവില വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടും ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വലിയ വായുസേന ഇല്ലാത്ത രാജ്യങ്ങൾ പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ലോകശക്തികളെ മുട്ടുകുത്തിക്കുന്നു. യുദ്ധഭൂമി കൂടുതൽ സങ്കീർണമാക്കുന്നു. പെന്റഗണിന്റെ ഈ പുതിയ റിക്വസ്റ്റ് വെറും ഒരു കണക്കല്ല, അതൊരു വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണ്. യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും പ്രതാപം മങ്ങുന്നില്ല എങ്കിലും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഇന്ന് വൻ ശക്തികളുടെ ഖജനാവ് കാലിയാക്കുകയാണ്. യുദ്ധം ഇനി വെറും ഒരു കായിക ബലത്തിന്റെ പരീക്ഷണമല്ല, അതൊരു സ്കെയിൽ ആൻഡ് കോസ്റ്റ് യുദ്ധമാണ്. ആരുടെ പക്കൽ കൂടുതൽ എണ്ണം ഡ്രോണുകളുണ്ടോ, ആരാണോ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആക്രമണം നടത്തുന്നത്, അവരായിരിക്കും നാളത്തെ വിജയികൾ. ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത സൈന്യങ്ങൾ ഭാവിയിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ യുദ്ധം നൽകുന്നത്. ഈ കണക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. രോഗങ്ങൾ തടയാനും പരിസ്ഥിതിയെ രക്ഷിക്കാനും ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ന് മിസൈലുകളായി ആകാശത്ത് വെടിമരുന്നായി മാറുന്നു. യുദ്ധത്തിന് മാനുഷികമായ മുഖമില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റോ നമ്മുടെ അടുക്കളയിലെ ഗ്യാസോ, എന്തിനാ നമ്മുടെ വാഹനത്തിലെ ഇന്ധനം പോലും പെട്ടെന്ന് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ആ ദുരന്തത്തിലേക്കാണ് ലോകം ഇന്ന് കണ്ണു തുറന്നത്. ഖത്തറിലെ റാസ് ലഫാൻ എന്ന ലോകത്തിന്റെ ഗ്യാസ് ഹബ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കത്തിയിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ അഗ്നിവർഷത്തിൽ ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷാ കവചം തകർന്നു വീണിരിക്കുന്നു. ഈ ഒരു ഒറ്റ നീക്കം കൊണ്ട് ലോകത്തിന്റെ ഊർജ്ജ ഭൂപടം തന്നെ മാറിയിരിക്കുകയാണ്. ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറയുന്നത് വെറും ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി അല്ല, അത് ലോകത്തിന്റെ ഗ്യാസ് ഹബ്ബാണ്, ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ്ജസ്ഥിര. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ആ സിരകൾ അറുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഖത്തർ എനർജി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ടു ലിക്വിഡ് പ്ലാന്റായ പേൾ GTL അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം വഹിക്കുന്ന ഈ കേന്ദ്രത്തിന് മുകളിൽ ആകാശത്ത് നിന്നും അഗ്നിവർഷം പെയ്യുകയാണ്. കേവലം മിസൈലുകളല്ല, നൂറുകണക്കിന് കാമിക്കാസെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒരേ സമയം ഇരച്ചെത്തുന്ന സാച്ചുറേറ്റഡ് അറ്റാക്ക് ആണ് അവിടെ നടന്നത്.
അത്യാധുനികമായ റേഡാറുകൾക്കും പ്രതിരോധ കവചങ്ങൾക്കും പോലും തടയാൻ കഴിയാത്ത വിധം ആകാശം കറുപ്പിച്ചുകൊണ്ട് വന്ന ഈ മരണദൂതർ ഓരോ ലക്ഷ്യസ്ഥാനത്തും കൃത്യമായി ചെന്ന് പതിച്ചു. വമ്പൻ LNG സ്റ്റോറേജ് ടാങ്കുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രകമ്പനം കിലോമീറ്ററുകൾ അകലെയുള്ള ദോഹ നഗരത്തിൽ പോലും അനുഭവപ്പെട്ടു. ഇന്നവിടെ കാണുന്നത് വെറും തീപിടുത്തമല്ല, കിലോമീറ്ററുകളോളം ഉയരത്തിൽ പൊങ്ങുന്ന കറുത്ത പുകയും ആകാശത്തെ ചുവപ്പിക്കുന്ന തീനാളങ്ങളുമാണ്. ഇത് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കേറ്റ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. ഒരുപക്ഷെ ഇനി ഒരിക്കലും പഴയപടിയാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മഹാദുരന്തം. ഇനി ഈ ആക്രമണം ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. റാസ് ലഫാൻ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളുടെ വീട്ടുപടിക്കൽ വരെ എത്തും. ഗ്ലോബൽ LNG ക്രൈസിസ് ആണ് ആദ്യം. ലോകത്തെ LNG കയറ്റുമതിയുടെ 1/5 ഖത്തറിൽ നിന്നാണ്. റാസ് ലഫാൻ സ്തംഭിച്ചാൽ ലോകമെമ്പാടും പാചകവാതത്തിനും വൈദ്യുതിക്കും വലിയ ക്ഷാമമുണ്ടാകും. അടുത്തത് ഫ്യൂവൽ പ്രൈസസ്, ഇന്ധന വിലയിലെ വർധനവും കാര്യങ്ങളുമാണ്. വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അടുത്തത് ഇമ്പാക്ട് ഓൺ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ LNG ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. നമ്മുടെ ഫാക്ടറികളും വീടുകളിലെ PNG കണക്ഷനുകളും ഇതിനെയാണ് ആശ്രയിക്കുന്നത്. റാസ് ലഫാൻ പ്ലാന്റ് ദീർഘകാലം അടച്ചിടേണ്ടി വന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് സാരമായി ബാധിക്കും. ഇതിനകം തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ ഗ്യാസ് വില ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന്റെ കാര്യമാണിനി. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ വരാൻ ഭയപ്പെടുകയാണ്. ഇൻഷുറൻസ് ചാർജുകൾ കുതിച്ചുയർന്നതോടെ ആഗോള ചരക്ക് ഗതാഗതം പൂർണ്ണമായും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ കണക്കുകളും കാഴ്ചകളും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ലോകത്തെ രക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ന് ആകാശത്ത് വെടിമരുന്നായി മാറുന്ന കാഴ്ചയൊക്കെയാണ്. റാസ് ലഫാൻ കത്തിയെരിയുമ്പോൾ അത് ലോകത്തിന്റെ സമാധാനത്തിന് മേലുള്ള വലിയൊരു പ്രഹരം തന്നെയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എനർജി വാറിനാണോ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണോ? സ്ട്രേറ്റ് ഓഫ് ഹോർമുസും റെഡ് സീയും ഇപ്പോൾ വെറും കടൽപാതകളല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ചക്രത്തെ നിയന്ത്രിക്കുന്ന യുദ്ധകളങ്ങളായി മാറിയിരിക്കുകയാണ്. എണ്ണവില വീണ്ടും $120 മുകളിലേക്ക് കുതിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഹോർമസ് കടലിടുക്ക് അടച്ചാൽ ലോകം സ്തംഭിക്കുമോ? റെഡ് സീ വഴിയുള്ള യാത്ര നിലച്ചാൽ പകരം സംവിധാനമുണ്ടോ? എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളും ഒരേപോലെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണിത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വെറും ഒരു അന്താരാഷ്ട്ര വാർത്തയല്ല. നമ്മുടെ അടുക്കളയിലെ പാചകവാതകം മുതൽ വാഹനങ്ങളിലെ ഇന്ധനം വരെ വില കൂടാൻ പോകുന്നതിന്റെ അപായ സൂചനയാണ്. എന്താണ് ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് റെഡ് സീ എന്ന ബദൽ മാർഗം, ഓൾട്ടർനേറ്റീവ് റൂട്ട് ഇപ്പോൾ ഫലപ്രദമാകാത്തത്? പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ രണ്ട് റൂട്ടുകളുടെയും ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഒരു വശത്ത് റെഡ് സീ, മറുവശത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. രണ്ടും ഗ്ലോബൽ ഷിപ്പിംഗിന്റെ നട്ടെല്ലുകളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റെഡ് സീയിൽ ഹൂതികളുടെ ആക്രമണം കാരണം കപ്പലുകൾക്ക് പോയി വരാൻ പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലും വലിയൊരു തലവേദന വന്നിരിക്കുകയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്രൈസിസ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് പുറം ലോകത്തേക്ക് കടക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇപ്പോൾ ഇറാൻ ഈ ഒരു പാതയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ ആഗോള എണ്ണ വിപണി തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ മാർച്ച് ആദ്യവാരം മുതൽ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം 70% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കാരണം പല വലിയ ഷിപ്പിംഗ് കമ്പനികളും അവരുടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, റെഡ് സീ വഴി പോയിക്കൂടെ എന്ന്. പക്ഷെ അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ്. റെഡ് സീയും ഇപ്പോൾ സേഫ് അല്ല. സ്യൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകേണ്ട കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്ക ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോകുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? അസാമാന്യമായ കാലതാമസം, അതുപോലെ ചെലവും വളരെ വളരെ കൂടുതലാണ്. ഒരു കപ്പലിന് ഏകദേശം 10 മുതൽ 14 ദിവസം വരെ അധികമായി യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ ഇതിന്റെ ഇന്ധന ചെലവും ഇൻഷുറൻസ് തുകയും ആത്യന്തികമായി വരുന്നത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിലുമാകും. അതായത് പെട്രോളിന് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന ഓരോ ഇമ്പോർട്ടഡ് സാധനങ്ങൾക്കും വില കൂടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് കമ്പയർ ചെയ്യാം. ഈ റെഡ് സീ പ്രതിസന്ധി ശരിക്കും പ്രധാനമായിട്ട് ബാധിക്കുന്നത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തെയാണ്. എന്നാൽ ഹോർമുസ് പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നത് എനർജി സെക്യൂരിറ്റിയാണ്. ഇത്രയും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ചില ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പക്ഷെ അവയ്ക്ക് ലിമിറ്റേഷൻസ് കൂടുതലാണ്. സൗദി അറേബ്യയ്ക്കും UAEക്കും ഹോർമുസ് ഒഴിവാക്കാൻ ചില പൈപ്പ് ലൈനുകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. അതായത് സൗദി അറേബ്യയ്ക്ക് തങ്ങളുടെ എണ്ണ ഹോർമുസ് ഒഴിവാക്കി റെഡ് സീയിലെ യാൻബു പോർട്ട് വഴി കയറ്റി അയക്കാൻ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. പക്ഷെ അതിന്റെ കപ്പാസിറ്റി വളരെ കുറവാണ്.
സാധാരണഗതിയിൽ ഹോർമുസ് വഴി പോകുന്ന എണ്ണയുടെ വെറും 25% മാത്രമേ ഇതിലൂടെ മാറ്റാൻ സാധിക്കൂ. അതുപോലെ തന്നെ UAEക്കും ഇതുപോലെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഹോർമുസിന് വെളിയിലുള്ള ഫുജൈറ പോർട്ടിലേക്ക് ഇതിലൂടെ എണ്ണ എത്തിക്കാം. എന്നാൽ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഈ പൈപ്പ് ലൈനുകൾ എത്തുന്ന റെഡ് സീയും ഫുജൈറ പോർട്ടും ഇപ്പോൾ ഡ്രോൺ ആക്രമണ ഭീഷണിയിലാണ് എന്നതാണ്. അതായത് ചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീണ അവസ്ഥയിലാണ് ഇപ്പോൾ ആഗോള എണ്ണ കപ്പലുകൾ. അതുപോലെ തന്നെ ഇവയ്ക്കൊന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ അത്രയും കപ്പാസിറ്റി ഇല്ല എന്നതാണ് വാസ്തവം. സാധാരണ ഹോർമുസ് വഴി പോകുന്ന എണ്ണയുടെ വെറും 25% മാത്രമേ ഈ പൈപ്പ് ലൈനുകൾ വഴി മാറ്റാൻ കഴിയൂ. ബാക്കി 75%ത്തിന്റെ കാര്യം ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയുടെ കാര്യം എടുത്താൽ സ്ഥിതി കുറച്ചുകൂടി ഗൗരവകരമാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ വലിയൊരു ഭാഗം വരുന്നത് ഇറാഖ്, സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിൽ പെട്ടെന്ന് തന്നെ പ്രതിഫലനം ഉണ്ടാകും. ഗവൺമെന്റ് ഇപ്പോൾ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു പ്രതിസന്ധി നീണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഇക്കണോമിയെ സാരമായി ബാധിക്കും. ഇതുകൂടാതെ ആഗോളതലത്തിൽ നാച്ചുറൽ ഗ്യാസ് വിലയും കുതിച്ചുയരുകയാണ്. കാരണം ഖത്തറിൽ നിന്നുള്ള മിക്കവാറും ഗ്യാസ് കപ്പലുകളും ഹോർമുസ് വഴിയാണ് വരുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയിലേക്കുള്ള 20-ലധികം കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ക്രൂഡ് ഓയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ സിലിണ്ടറുകൾക്ക് ആവശ്യമായ LPGയും ഉണ്ട്. ഇന്ത്യൻ നേവി ഇപ്പോൾ ഓപ്പറേഷൻ സങ്കൽപ്പ് പോലെയുള്ള മിഷനുകൾ വഴി നമ്മുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് എങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ പല കപ്പലുകൾക്കും പെർമിഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചന പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഹോർമുസ് പാത ദീർഘകാലം അടഞ്ഞു കിടന്നാൽ ഇന്ത്യയിലെ ഇന്ധനവില നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് വലിയ പ്രയാസം നേരിടേണ്ടി വരും. ഇനി ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഈ റൂട്ടുകളിൽ കൂടുതൽ സുരക്ഷാ കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ആസ്പൈറ്റ്സ് പോലുള്ള മിഷനുകൾ വഴി കപ്പലുകൾക്ക് അകമ്പടി നൽകാനാണ് ശ്രമം. എങ്കിലും ഡ്രോൺ ആക്രമണങ്ങളും കടലിലെ മൈനുകളും സീ മൈൻസ് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് വെറും ഒരു യുദ്ധമല്ല, മറിച്ച് ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വൻ പ്രതിസന്ധിയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാതെ ലോകത്തിന് ഈ ഒരു എനർജി ക്രൈസിസിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് ഇത് കനത്ത വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റെഡ് സീയിലെ പ്രശ്നം ഒരു തലവേദന പോലെയാണെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ പ്രശ്നം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഒരു പേടി സ്വപ്നമാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉടനെ ഉണ്ടായില്ല എങ്കിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണുപോയേക്കാം. പ്രതിസന്ധികൾ കടുപ്പമേറിയതാണെങ്കിലും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ തകർച്ചയ്ക്ക് ശേഷവും പുതിയൊരു അതിജീവനം ഉണ്ടാകുമെന്നാണ്. യുദ്ധങ്ങളും അതുപോലെ എണ്ണവില കയറ്റവും താൽക്കാലികമായി നമ്മളെ തളർത്തുന്നുണ്ടാകാം. പക്ഷേ ഇത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് സെൽഫ് റിലയൻസ് അഥവാ ആത്മനിർഭരതയിലേക്കുള്ള ഒരു വലിയ പാഠമാണ്. പെട്രോളിയത്തിന് പകരം ഗ്രീൻ എനർജിയിലേക്കും അതുപോലെ ഇലക്ട്രിക് വിപ്ലവത്തിലേക്കും നാം മാറേണ്ടതിന്റെ വേഗത ഈ ഒരു സാഹചര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ വിനാശത്തിനല്ല, മറിച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിവരങ്ങൾ വിരൽത്തുമ്പിലുള്ള ഈ ഒരു കാലത്ത് ഭയത്തിനല്ല, അറിവിനാണ് പ്രാധാന്യം. ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.